ഉണ്ടക്കണ്ണിയുടെ തമിഴ് പയ്യൻ. രചന ലിയ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എടി വേഗം വായോ, നമ്മൾ ഇപ്പോഴേ ലേറ്റാ. എന്റെ കൈയും പിടിച്ച് അവൾ ഓടി. അല്ല, ഞാൻ ആരാണെന്ന് അറിയണ്ടേ? ഞാൻ ദയ. എന്റെ കൈയും പിടിച്ച് 100-110 ഓടുന്ന ഇവളാണ് കവിത, എന്റെ ചങ്ക് കവി. ചുറ്റുമുള്ളവരൊക്കെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട്. എങ്കമ്മ പോണം? ഓട്ടോക്കാരൻ ചോദിച്ചു. അവൾ എന്തൊക്കെയോ തമിഴിൽ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ ഈ സിനിമ ഒക്കെ കണ്ടിട്ടുള്ള മുറി തമിഴ് അറിയത്തുള്ളൂ. ഓട്ടോയിൽ നിന്നിറങ്ങിയതും സ്റ്റെയർ കേസ് ഓടിക്കേറി. അവിടെ ഒരു ചേച്ചി ഫ്ലോർ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അക്ക, ഇന്റെ വെട്ടി സ്റ്റാൻഡ് സ്റ്റുഡിയോ എന്താ ഫ്ലോറ്? സെക്കൻഡ് ഫ്ലോർ എന്ന് കേട്ടതും പാവാടയും പിടിച്ച് വീണ്ടും സ്റ്റെപ്സ് ഓടിക്കയറി തുടങ്ങി. കവി താഴേന്ന് പതുക്കെ കയറി വരുന്നുണ്ട്. അവളെ നോക്കി സ്റ്റെപ്പ് കയറി നേരെ പോയി തലയിടിച്ച് പുറകിലേക്ക് വീണതേ ഓർമ്മയുള്ളൂ. ദൈവത്തിന്റെ കൈ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഒരു കൈ വന്ന് എന്റെ കയ്യിലും പിടിച്ചു. ജസ്റ്റ് എസ്കേപ്പ്. ആ കൈ എന്നെ പിടിച്ച് വലിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആരുടെയോ നെറ്റിയിലാണ് പോയി തലയിടിച്ചതെന്നും അയാളുടെ നെഞ്ചിലാണ് ഞാനിപ്പോൾ കൈവച്ചിരിക്കുന്നതെന്നും. ആളെ കാണാൻ ചെറിയൊരു ധനുഷ് ലുക്കൊക്കെ ഉണ്ട്. കറുപ്പിന് ഏഴഴകാണെന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ തന്നെ. അപ്പോഴാണ് ഞാൻ ആ കൈവിട്ടത്. ഡബിൾ ഓക്കെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. യെസ്, സോറി, ഞാൻ കണ്ടില്ല. കേരളവാ, തമിഴ് തെരിയാതാ? അവനങ്ങോട്ട് പുച്ഛം വാരി ഉതരുക. നമ്മൾ വിട്ടുകൊടുക്കാൻ പോയില്ല. മലയാളം പുരിയുമാ? അല്ല പിന്നെ. സെക്കൻഡ് ഒന്നും മിണ്ടാതെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് തിരിഞ്ഞടക്കാൻ പോവുകയായിരുന്നു. ഞാൻ വിളിച്ച്, ഏയ് പയ്യൻ. അവനെ തിരിഞ്ഞോക്കി കലിപ്പിച്ചെന്ന് നോക്കി. പയ്യനാ? എന്തേ പയ്യനല്ലേ? ഓൻ പേരെന്നാ? ദയ ഗ്രേസ്. നമ്മളൊട്ടും ജാട ഓർക്കാതെ തന്നെ പറഞ്ഞു. എന്താ മൂഞ്ചിയിൽ ദയയും പാക്കില്ല ഗ്രേസും പാക്കില്ലേ? ചമ്മീന്ന് ആരെങ്കിലും പുറത്ത് കാണിക്കാൻ പോയില്ല. ഇതാ വെട്ടി സ്റ്റാൻഡ് സ്റ്റുഡിയോ എങ്കേ? അങ്ങേ ഏതാവത് കോവിലിരിക്കാ? ചെക്ക നമ്മുടെ കോസ്റ്റ്യൂം വേണ്ടിയിട്ടൊന്ന് ആക്കിയതാണ്. അല്ല പിന്നെ ഡാൻസ് സ്റ്റുഡിയോയിലേക്ക് ആരും ഫുൾ പാവാടയും മുല്ലപ്പൂവും ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊണ്ട് വരുവാടാ. അപ്പോഴേയും കവി ഒന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഡി അതേതാ ചുള്ളൻ? ഉവ്, ആ ലുക്ക് മാത്രമേ ഉള്ളൂ, ഒടുക്കത്തെ ജാടയാ. പിന്നെ വേഗം പോയി അഡ്മിഷൻ എടുത്ത് ഈവനിങ് ടൈമിലെ ബാച്ചിലാണ് അഡ്മിഷൻ എടുത്ത്. ഈ കഷ്ടപ്പാടൊക്കെ എന്തിനാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ആ ഞാൻ പറയാം കേട്ടോ. ഞാനിവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. അവളുണ്ട് കൂടെ, എൻ്റെ കവി. ആളൊരു നമ്പൂരിക്കുട്ടിയാന്നേ. ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വന്നാൽ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചെന്നൈ. ഒരുമിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അത് പിന്നെ കുറച്ച് ഡാൻസിന്റെ അസുഖമുണ്ടേ. ഞാനാണ് ഈ പഠിച്ചിട്ടുള്ള കുറച്ച് ക്ലാസിക്കൽ ഡാൻസാ, ബട്ട് എനിക്കിഷ്ടം വെസ്റ്റേൺ ആണ്. അവ ജോലിക്കൊപ്പം ഇതൊന്ന് പറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഐശ്വര്യ ക്ഷേത്രത്തിൽ പോയി തുടങ്ങാമെന്ന് അവളുടെ ഐഡിയ ആയിരുന്നു. അതാണെങ്കിൽ ഇങ്ങനെയായി. വിശാലായിട്ടൊന്ന് തൊഴുതിട്ട് വന്നപ്പോഴേക്കും ലേറ്റായി. പിന്നെയുള്ള ഓട്ടപ്പാച്ചിലാണ് ഇപ്പൊ കണ്ട്. ഇനിയിപ്പോ നാളെ ഓടാം. എന്നാലും അത് ആരായിരിക്കും? ഇന്നലെ എനിക്കിട്ടൊരു ലോഡ് പുച്ചട്ടിട്ട് പോയവനെന്ന് ആലോചിച്ച് ഞാൻ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദേ പോണൊരുത്ത എന്നെയും തട്ടിമാറ്റി. ഇവൻ എന്തിനാ ഈ ഓടുന്നേ? ഡോ, ഇവിടെ ആൾക്കെന്ന് കണ്ടൂടെ? കൊള്ളാലോ, മലയാളിയാണോ? അടിപൊളി. ന്യൂ അഡ്മിഷനാണോ? ആണെങ്കിൽ വേഗം നടന്നോ, വെട്രിപ്പ് എത്തും. ലേറ്റായി വരുന്നവരെ കണ്ടാലേ അത് നിർത്തി പൊരിക്കും. ഇതൊക്കെ പറയാൻ നമ്മളാരാണാവോ? ഓ ഞാനിവിടുത്തെ ഒരു കോച്ചാണെന്ന് കൂട്ടിക്കോ. എല്ലാവരും എന്നെ റോയ് മാസ്റ്റർ എന്ന് വിളിക്കും. അയ്യോ സോറി മാസ്റ്റർ, എനിക്കറിയത്തില്ലായിരുന്നു. അത് സാറില്ല. എന്താ തന്റെ പേര്? മാസ്റ്റർ, എൻ്റെ പേര് ദയാന്ന, തൃശ്ശൂരാ സ്ഥലം. ഇപ്പൊ ഒരു 1 month ഇവിടെ വന്നിട്ട്. മഴ കുട്ടിയാണാ? തൃശ്ശൂർ എവിടെയാ? എന്റെ വീട് ചാലക്കുടിയാട്ടാ. മറുപടി പറയാൻ തിരിഞ്ഞു. ദേ നിൽക്കുന്നു ഇന്നലത്തെ പയ്യൻ എന്നെ ചുമ്മാ കളിപ്പിച്ചു നോക്കിക്കൊണ്ട്. ഷേടാ, ഇവനെന്തിനാ എന്നെ നോക്കി ഇത്രയും ടെറർ എക്സ്പ്രഷൻ ഇടുന്നേ? റോയ്, അയ്യോ വന്നോ വെട്ടിമാറൻ. ഒന്നുമില്ല മാസ്റ്റർ, ഞാൻ ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ. അത് കേട്ടെന്താ ദയയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. അവൾ പതുക്കെ റോയുടെ ചെവിയിൽ ചോദിച്ചു, ഇതാണോ വെട്രി മാസ്റ്റർ? ഇത് തന്നെയാ മുതലെന്റെ കുട്ടിയെ. നൈഷ്. അപ്പൊ ആ കാര്യം തീരുമാനമായി. പിന്നെ ഒരു അലർച്ചയായിരുന്നു. ഉള്ളപ്പൊങ്ങ! ഞാൻ ആ ഞെട്ടിൽ അവിടെ തന്നെ സ്റ്റക്കായി. നോക്കുമ്പോ റോയിച്ചൻ പണ്ടേ സ്ഥലം വിട്ടു. പിന്നാലെ ഓടാൻ തുടങ്ങിയതായിരുന്നു ഞാൻ. ഏയ് നീ ക്ലാസിക്കൽ ഡാൻസ് താനേ? ആമാ മാസ്റ്റർ. ഓ മാസ്റ്റർ, അപ്പൊ ഇപ്പൊ ഞാൻ പയ്യനല്ലയാ? ഞാനൊന്ന് പല്ലിടിച്ച് വേഗം എസ്കേപ്പ് അടിച്ചു. ആ ഓട്ടം കണ്ട് വെട്ടിയുടെ ചുണ്ടിൽ വിരിഞ്ഞൊരു ചെറുവും ചിരി. ഡാൻസ് ക്ലാസ്സിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോയ്സനാണ്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിനേക്കാൾ നല്ല ഗടികളായിരുന്നു. അത് പിന്നെ 2 തൃശ്ശൂർക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ പൊതുവേ. ഞാൻ പുള്ളീനെ റോയ്ച്ചനെന്ന് വിളിക്കുന്നത് ഇവിടുത്തെ പല പെരട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നുമില്ല, റോയ്ച്ചൻ ആളൊരു സുന്ദരക്കുട്ടപ്പനാണെന്നേ. പിന്നെ മലയാളി പയ്യന്മാരുടെ അടുത്ത് തമിഴ് കുട്ടികൾക്ക് ഒരു ചായവുണ്ട്. അവളുമാര് പോയി പണി നോക്കട്ടെ. ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഈ റുട്ടീൻ ഓക്കെയാണ്. ജോലി പിന്നെ ഡാൻസ് ക്ലാസ്. സൺഡേ മാത്രമേ രാവിലെയാണ് ഡാൻസ്. നമ്മൾ പിന്നെ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് സൺഡേ. വെട്ടി മാസ്റ്റർ ആണെങ്കിൽ കാണുമ്പോൾ എനിക്കിട്ട് കണക്കിന് തരുന്നുണ്ട്. പിന്നെ ലേറ്റായി വന്നാൽ പിന്നെ പറയാണ്ടിരിക്കോ? റോയിച്ചിനുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. ശനിയാഴ്ച സാധാരണ ഓഫീസ് ലീവ് ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് പതിപോലെ ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മുടെ കഷ്ടകാലത്തിന് വെട്ടിമാരെ നേരത്തെ എത്തിയിരുന്നു. അകത്ത് ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഡാൻസ് അത് വേറെ ലെവൽ തന്നെയാ. കാണേണ്ട താമസം തുടങ്ങി. നീ അതിന്റെ 30 പൈസയാണേ. അപ്പൊ ഓനക്കൊണ്ട് തന്നെ സ്പെഷ്യല് ഒരു നാളേക്കാவது ടൈമുക്ക് വര മുടിയുമാ? സോറി മാസ്റ്റർ. സുമ്മാ ടൈം വേസ്റ്റ് പണ്ടതൊക്കെ വരുവാ. ശനിയാഴ്ച ആയതുകൊണ്ട് 10-ലധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് മാസ്റ്റർ ഷൗട്ട് ചെയ്തപ്പോൾ സൈസില്ല. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന കണ്ടപ്പോൾ റോയിച്ചൻ തന്നെ വെട്ടി മാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരും എന്നെ തന്നെ നോക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ പോലെയായി. നാളെ അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ലേറ്റാണെന്നല്ലേ, ഓഫീസിൽ പോയിട്ടാ വരുന്നത് ഈ മനവാഴിക്ക് അറിയില്ല. എന്നിട്ട് എന്തിനാ മനുഷ്യനെ നിർത്തി അപമാനിക്കുന്നതാവും. സൺഡേ രാവിലെ 7 മണിയുടെ അലാറം അടിക്കുന്ന കേട്ടിട്ടാണ് കവി എണീക്കുന്നത്. ഓ എന്തോ നാടി, ഞായറാഴ്ചയായിട്ട് എന്തിനാ അലാറം? മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അതും പറഞ്ഞ ഉറക്കച്ചടവോടെ തിരിഞ്ഞു നോക്കിയ കവി അന്താളിച്ച് കണ്ണുമിഴിച്ചു പോയി. ഈറ്റെന്തിനാടി ഇത്ര നേരത്തെ ഇന്ന് റെഡിയാവുന്നേ? നിനക്കാ പറയാം. ഇന്നലെ ആ വെട്ടിമാറി ഞാൻ ലേറ്റാണെന്ന് പറഞ്ഞു എന്നെ നിർത്തിപ്പൊരിച്ചാ. എനിക്ക് നേരത്തെ വരാനറിയുന്ന അയാൾ കാണിച്ചു കൊടുക്കണം. അലതിൽ നിന്ന് ആവേശത്തിൽ ദയ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ച്. രാവിലെ കട തുറക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെയും പൂവിക്കാൻ പോകുന്ന അക്കമാരെയും പിന്നിലാക്കി അവൾ ഒരൊറ്റ ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച്. വെട്രി മാസ്റ്ററിനുള്ള മറുപടി അത് മാത്രമാണ് മനസ്സിൽ. 8:30, 9:30, 10:30 അടിച്ചു വരാൻ പോകുന്ന ചേച്ചി മുതൽ ഷിഫ്റ്റ് മാറി വരുന്ന സെക്യൂരിറ്റി എണ്ണം വരെ വന്നു. ദയ അപ്പോഴും ആ പടിക്കെട്ടിൽ വെട്രിയേയും കാത്തിരുന്നു. താടിക്ക് കൈയും കൊടുത്ത് പടിയിലിരിക്കുന്ന ദയയെ കണ്ട് റോയ് ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ക്ലാസ്സിൽ കയറുന്നില്ലേ? അതിന് മറുപടി ഒരു ചോദ്യമായിരുന്നു. വെട്ടി മാസ്റ്റർ എന്ന് ലീവാണോ റോയിച്ച? അതറിയില്ല, എന്താ കാര്യം പറ. ഒരു വളിച്ച ചിരിയോട് അവൻ ചോദിച്ചു. അത് പിന്നെ അവരാ ലേറ്റാന്ന് പറഞ്ഞിരുന്നു. അവന്റെ സിനിമയുടെ ഷൂട്ട് 2 ദിവസം മുമ്പ് കഴിഞ്ഞു. എന്തോ റെക്കോർഡിംഗ് ഉണ്ടെന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ അതായിരിക്കും ലേറ്റ്. എല്ലാം കേട്ട് അന്താളിച്ച് നിൽക്കുകയാണ് ദയ. സിനിമയോ? ആഹാ, അപ്പൊ അതറിയില്ലേ? ആശാൻ ചെറിയ സിനിമ തന്നെ കിട്ടിയേ. അതിലെ താടിമുടി വെച്ച് കുറഞ്ഞിങ്ങനെ പോലെ നടക്കുന്നത്. ഒന്ന് പോയി റോയിച്ച. അങ്ങനെ ചിരിക്കുന്ന പോലും കണ്ടിട്ടില്ല. ആ ഫേഷ്യൽ പരാലൈസിൽ പിടിച്ച മനുഷ്യനാണ് സിനിമ നടൻ. കുനിഞ്ഞെന്ന് ചിരിച്ച റോയ് നിവർന്നു. ആ ചിരിന്ന് ഒരു പ്ലിങ്ങിയ എക്സ്പ്രഷനായി മാറി. എന്നും പറഞ്ഞു ഓടുന്ന റോയിച്ചിനെ കണ്ട അവൾക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ വട്ടാണോ നിന്ന് നിൽപ്പിൽ മുങ്ങുന്നേ? മെയിൻ ആളാണെങ്കിൽ ഫേഷ്യൽ പരാലിസിസ്, ഇങ്ങനെയാണെങ്കിൽ മുങ്ങൽ വിദഗ്ധൻ. ഓടിയാകുന്ന റോയിയെ നോക്കി തിരിഞ്ഞ ദയയുടെ മുഖം മറ്റൊരാളിലേക്ക് മാറിയതോടെ അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവൾ അറിയാതെ പറഞ്ഞു, വെട്രി മാസ്റ്റർ. അവളുടെ തൊട്ടടുത്തായി നിൽക്കുന്ന അവനെ അവൾ ശ്രദ്ധിച്ചു. ഇത് ഇന്നലെ വരെ കണ്ട വെട്രി മാസ്റ്റർ ആണോ? താടി മീശയൊക്കെ പോയി മുടിയൊക്കെ വെട്ടിയൊതുക്കി. ആ കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കണ്ടോ? അത് എനിക്ക് ചുമ്മാ തോന്നാണോ? അവൾ ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അവനവരുടെ മുഖത്തേക്ക് അവന്റെ കൈകൾ ഉയർത്തി ഒന്ന് വിരൽ ഞൊടിച്ചു. അവൾ ഞെട്ടിലവിടെ അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. കർത്താവെ, ഞാൻ പറഞ്ഞൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലേ? വെട്രി കലിപ്പ് ഒട്ടുമിടാതെ തന്നെ പറഞ്ഞു. ഓഫീസ്ക്ക് വാ, കൊഞ്ചം പേസ വേണ്ടിയതായിരിക്കും. ഇപ്പോ വരാം മാസ്റ്റർ, അവൾ കറച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പേടിച്ച് ഓഫീസിലേക്ക് നടന്നു. ആ ഓഫീസ് റൂമിന്റെ ഡോറും ആ ഡോറിരിക്കുന്ന വാളും ഗ്ലാസ് ആയിരുന്നു. അകത്തെന്താണ് നടക്കുന്നതെന്ന് പുറത്തിരിക്കുന്നവർക്ക് കാണാം. ഇയാൾ എന്നെ ചീത്ത പറയുന്ന ഇന്നും എല്ലാവരും കാണുമല്ലോ ദൈവമേ, അവൾ മനസ്സിൽ പറഞ്ഞു. മാസ്റ്റർ ഉക്കാർ, ഗൗരവട്ടം കുറക്കാതെ തന്നെ വെട്ടി പറഞ്ഞു. മാസ്റ്റർ എന്താ വരാൻ പറഞ്ഞേ? ദയാ, we have lots of Kerala students here. You know that, right? Sir, ഞാൻ அதனால நெக்ஸ்ட் சண்டே ஓண செலிப்ரேഷൻ വെക്കലാന്ന് ഡിസൈഡ് பண்ணிட்டேன். സോ உங்களுக்கு അത് கொஞ்சம் ഹെൽപ്പ് பண்ண முடியுமா? അയ്യോ, ഇതാണ് കാര്യം. വെറുതെ ടെൻഷൻ അടിച്ച്. പിന്നെന്താ സർ, ഐ വിൽ ഡു ദാറ്റ്, ഡോണ്ട് വറി. മല പോലെ വന്ന് എലി പോലെ പോയെന്ന് വിചാരിച്ച് അവൾ ഇറങ്ങി. ദയാ, എന്താ സർ? നീങ്ക ക്ലാസിക്കൽ ഡാൻസർ താനേ, ഏതാവത് ക്ലാസിക്കൽ പെർഫോമൻസ് കൂടെ പ്രിപ്പയർ பண்ணலாம்லே? അവൾ നാണത്തിൽ കുതിർന്ന് ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ചെയ്യാം മാസ്റ്റർ. അവളുടെ ആ ചിരി അവന്റെ ചുണ്ടുകളിൽ നൽകിയൊരു ചെറുപുഞ്ചിരി. ആ ചിരി മായാതെ തന്നെ അവൻ ആ റിവോൾവിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് ഓർത്തു. ആദ്യമായി ആ ചിരി അവന്റെ മനസ്സിൽ പതിഞ്ഞ ദിവസം. അടുക്കളയിൽ സ്റ്റീൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു. എഴുന്നേറ്റ് മുഖം കഴുകുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് സാവിത്രിയമ്മ വിളിച്ചു പോകുന്ന കേട്ടത്. കണ്ണാ, എടാ ഒന്ന് എണീക്കടാ, എനിക്ക് കോവിലിൽ പോവേണ്ടതാ. ഇന്നെങ്കിലും ഒന്ന് സമയത്തിന് കൊണ്ടാക്കുവോ നീ? എന്നമ്മ കാലം കാത്താറേ, ഒരു 2 നിമിഷം ഞാൻ കുളിച്ചിട്ട് പറയാം. തോർത്തും തോർത്തിട്ട് പോകുന്ന അവനെ താടിക്ക വെച്ച് നോക്കിയാണ് സാവിത്രി. എന്റെ കണ്ണ, നീ ഒന്നെങ്കിലും മലയാളം പറയും അല്ലെങ്കിൽ തമിഴ് പറയും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നശിപ്പിക്കല്ലേ? ഒരു വളിച്ച ചിരിയും ചിരിച്ചവൻ പറഞ്ഞു തുടങ്ങി. അപ്പാവുക്ക് തമിഴ് താനെ പിടിക്കും. നീങ്ക മലയാളിയാണെന്ന് വെച്ച് അപ്പാവ് ഗോനിക്ക് വേണാമാ? അവര് തമിഴ് താനേ. എടാ, നിന്റെ അപ്പ തമിഴാണെന്ന് വെച്ച് അങ്ങേർക്ക് മലയാളം അറിയാത്ത കേടൊന്നുമില്ല. പിന്നെ മലയാളം സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. എന്റെ അമ്മൂസ ഇത് തമിഴ്നാടാണ്. ഇവിടെ തമിഴ് പറയുന്നതാണ് ഗത്ത്. അല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും നമ്മളൊരു വിലയുണ്ടാവില്ല. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് എന്ത് വിലയാള്? 10-30 വയസ്സായി, ഇതുവരെ ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല.
ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞ ഡാൻസും കളിച്ച് നടക്കുക. അമ്മാ ഓ ഞാനൊന്നും പറയുന്നില്ല. രാവിലെ തന്നെ നെഗറ്റീവാണല്ലോ കടവുകളെ. ഇനി എന്റെ കോൺസെപ്റ്റുള്ള പെൺകുട്ടിയെ പാക്കാമലെ എന്റെ ലൈഫ് മുടിയുമാ. ഏയ് അവൻ കണ്ണാടിയിലേക്ക് നോക്കി സ്വയം പറഞ്ഞു. വെട്രി ഒമർത്തുന്ന അപ്പാവിടെ ശബ്ദം കേട്ട് വെട്രി ചെന്നു. അപ്പാ കൂപ്പിട്ടീങ്ങളാ? ആ ഓ അമ്മാവുക്ക് ഏതോ മാത്രം വേണമെന്ന് சொன்னாரு. എനിക്കൊരു മീറ്റിക്ക് പോക വേണ്ടിയതാ ഇருக்கு. ഓനെ കൊഞ്ചം വാങ്ങിട്ട് വരാൻ മുടിയുമാ? ശരിപ്പാ. അയാൾ ഒരു 500 നോട്ട് അവന്റെ നേരെ നീട്ടി. ഇത് വെച്ചിക്കോ വേണപ്പാ ഞാൻ പാത്തിக்கிறேன். കൂടിടാ അവൻ ഞാൻ പൊണ്ടാട്ടി. ഇത് അവൾക്ക് താ ഓനക്കില്ലേ. ഇതെല്ലാം കേട്ടൊരു ചിരിയോടെ വാതിലിന് പുറകിൽ നിൽക്കുന്ന അമ്മയെ അവൻ കണ്ടു. അവനൊരു ചിരിയോടെ അത് വാങ്ങി. ഓ എന്താ വയസ്സിൽ എന്താ ഒരു റൊമാൻസ്. നമുക്കൊക്കെ ഇനി എന്താണ് ആവോ. ഡ്രൈവിംഗ് സീറ്റിൽ വെട്രിയും കോ ഡ്രൈവർ സീറ്റിൽ അമ്മ സാവിത്രി ഇരുന്നു കൊണ്ട് അവന്റെ ക്രെറ്റ കാർ നീങ്ങി. കാറിലിരുന്ന് അമ്മയ്ക്ക് പറയാൻ അവന്റെ കല്യാണക്കാരൻ തന്നെയായിരുന്നു. നീയായിട്ട് ഒരുത്തിയെ കണ്ടുപിടിക്കും പിടിക്കുമെന്ന് പറഞ്ഞ ഇത്രയും നാൾ നീണ്ടുപോയത്. 1 മാസത്തുള്ളിൽ എനിക്കിതിനൊരു തീരുമാനം അറിയണം. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ അത്തയുടെ മോളെ നിനക്ക് എട്ടിച്ചേരുന്ന അപ്പ പറയുന്നു. യാറ് വൈദേഹിയാ? ആ അവളെ തന്നെ. അപ്പ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എതിർക്കാൻ നിൽക്കില്ല എന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എത്രയും വേഗം മരുമോളേക്ക് കൊണ്ടുവന്നേക്ക്. അല്ല പിന്നെ കടവുളെ അപ്പാവക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടല്ലേ. അവളെയൊന്നും കിട്ടുന്ന കാര്യം ചിന്തിക്കുക വേണ്ട. അവൻ മനസ്സിലോർത്തു. ദേ കോവിലെത്തി. അമ്മ അറിയിക്കോ എനിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം. അമ്മ കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഒന്ന് കയറിയിട്ട് പോടാ ചെക്ക. ഇല്ലമ്മ ഇന്ന് പുതിയ ബാച്ച് സ്റ്റാർട്ടോ പോകാതെ പറ്റില്ല. അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നോക്കി പോയിട്ട് വാ. ആ ഓക്കെ. കോവിലിന് മുമ്പിലായി അവൻ അമ്മയിറക്കി വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് ആ ശബ്ദം അവൻ കേട്ടത്. എടി വേഗം വായോ. ഒരു കയ്യിൽ ചെരുപ്പും മറുകയിൽ ഒരു പേഴ്സും ഒപ്പം ഒരു ഇലക്കീറിൽ ക്ഷേത്രത്തിനുള്ള പ്രസാദവും പിടിച്ച് ഓടുന്നവളെ അവൻ ശ്രദ്ധിച്ചു. അരക്കിട്ട് കവിഞ്ഞു കിടക്കുന്ന കാർക്കൂന്തലിൽ മുല്ലപ്പൂമാലയുണ്ട്. ഉണ്ടക്കണ്ണകളിൽ കരിമഷിയും നെറ്റിയിൽ ഒരു കുഞ്ഞി പൊട്ടുൻ ചന്ദനക്കുറിയും. ഇളം പിങ്ക് നിറത്തിലുള്ള അധരങ്ങൾക്ക് കീഴെ ഇടതുവശത്തായി ഒരു കറുത്ത കുത്തുപോലെ ചെറിയൊരു കാക്കാപ്പുളിയും. വൈറ്റ് നിറത്തിലുള്ള ഫുൾ പാവാടയും ഹാഫ് ബ്ലൗസും. ഓടുമ്പോൾ തട്ടി വീഴാതിരിക്കാൻ അല്പം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പാവാടയ്ക്ക് കീഴെ അവളുടെ വടിവത്ത പാദങ്ങളിലെ മഞ്ചാടി കുലസ് അവന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അതിനേക്കാളേറെ ആ ഉണ്ടക്കണ്ണുകൾ അവന്റെ മനസ്സിലും ഇടം നേടി. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പുറകിൽ നിൽക്കുന്ന വണ്ടി ഹോൺ അടിക്കാൻ തുടങ്ങിയത്. അവൻ വണ്ടി ഒതുക്കി അവൾക്ക് വേണ്ടി കണ്ണുകളാൽ പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അവളെന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും ഓർത്ത് അവൻ വണ്ടിയെടുത്തു. റോയിയുടെ അലസി കേട്ട് റിവോൾവിംഗ് ചെയറിൽ നിന്ന് വെട്ടി ഞെട്ടി ഉണർന്നു. എന്താണ് പട്ടി? ഓ വെട്ടി മാസ്റ്റർ അപ്പം മലയാളമൊക്കെ പറയല്ലേ? അതിനൊരു വളിച്ച ചിരിയായിരുന്നു മറുപടി. ഓണാഘോഷം വെക്കുന്ന കാര്യം എന്നോടെന്താ പറയാഞ്ഞേ? എടാ അത് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ച. നമ്മളോടൊന്നും പറയില്ലല്ലേ. ശരി. ഒന്ന് കലിപ്പിച്ച് നോക്കിയിട്ട് റോയി പോയി. അപ്പൊ നെക്സ്റ്റ് സൺഡേ ഓണം സെലിബ്രേഷൻ. എനിക്ക് ഫേഷ്യൽ പാരലൈസിസ് ആണല്ലേടി ഉണ്ടക്കണ്ണി. അവനെന്തോ മനസ്സിലോർത്തൊന്ന് ചിരിച്ചുകൊണ്ട് ഓണാഘോഷത്തിന്റെ തലേന്ന് രാത്രി നാളെ കളിക്കാനുള്ള ക്ലാസിക്കൽ ഡാൻസിന്റെ ഫൈനൽ റിഹേഴ്സൽ ചെയ്യുകയാണ് ദയ. ഓരോരുത്തരായി പോയി അവസാനം അവളും റോയി മാത്രമായി അവിടെ. റോയി എന്തോ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെട്ടി കുറച്ചു മാറി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത്. പക്ഷേ നോട്ട് മുഴുവൻ ദയയാണ്. ഡാൻസ് കളിക്കുന്നതിനിടയിൽ അവളത് ശ്രദ്ധിച്ചു. അവൾ ആ നോട്ട് ആഗ്രഹിച്ചിരുന്നെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. കുട്ടി എട്ടരയായാലും പോണ്ടേ? ആ ഇതായിരുന്നു റോയിച്ച. റോയി അവളുടെ ബാഗും എടുത്ത് മുമ്പിൽ നടന്നു. പിന്നാലെ അവളും. വെട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ചെറിയൊരു നാണം തോന്നി. എങ്കിലും അവൾ താഴ്ന്ന ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, ബൈ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ദയ. റോയി അവളെ കൊണ്ടുപോകുന്ന അവന് സഹിക്കുന്നില്ലെങ്കിലും അവളുടെ ഒരു ഗുഡ് നൈറ്റ് മതിയായിരുന്നു അവന്റെ മുഖത്തെ പുഞ്ചിരിക്ക്. രാത്രി 12:58. ഗാഠനിദ്രയിൽ കിടക്കുന്ന കവിതയും ഒപ്പം കണ്ണുമിഴിച്ച് കൺഫ്യൂഷൻ അടിച്ച് കിടക്കുന്ന ദയും. കവി എടി കവിതേ. ഉറക്കച്ചടയിൽ കവിത വിളിയേട്ട്. എന്താ നാടി? എടി വെട്ടി മാസ്റ്റർക്ക് എന്നെ ഒരു നോട്ടുണ്ടോ എന്നൊരു സംശയം. ഉറക്കം പോയ ദേഷ്യത്തിൽ കവി. കാണാൻ കൊള്ളാവുന്ന പെമ്പിളെ ആളുകൾ നോക്കും. അതിന് കഴിച്ചൊരു പുതുമ മനുഷ്യർ ഉറക്കങ്ങളായിട്ട്. ആ തല്ലടി. ആൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്താടി പോത്തേ? എടി എനിക്കും ആളൊരു നോട്ടമുണ്ട്. കിടന്നെടുത്തുനിന്ന് ഷോക്ക് അടിച്ച പോലെ കവി ചാടി എഴുന്നേറ്റിരുന്നു. എന്തോന്ന്? എടി എനിക്ക് അങ്ങനെ ഇഷ്ടമാടി. കവി ഇപ്പോഴും കണ്ണുമിഴിച്ചിരിപ്പാണ്. എന്നാലും എൻ്റെ മോളിത് എപ്പോ സംഭവിച്ചു? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടം. പക്ഷേ പിന്നെന്താടി ഒരു പക്ഷേ? എടി അങ്ങേർക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോന്ന് അറിയില്ലല്ലോ. ഇനി എനിക്ക് ചുമ്മാ തോന്നിയതാണെങ്കിലോ? എങ്കിൽ ആ തോന്നൽ നമ്മൾ സത്യമാക്കും. അങ്ങനെ കൊണ്ട് തന്നെ നിന്നെ പ്രപ്പോസ് ചെയ്യിക്കണം. അതെങ്ങനെയാടി? അതൊക്കെ ഉണ്ട് മോളെ. നാളെയല്ലേ നിന്റെ ഓണം സെലിബ്രേഷൻ. എന്തായാലും നേരം വിളിക്കട്ടെ. നീ ടെൻഷനാവ് കിടന്നുറങ്ങ്. നമുക്ക് സെറ്റാക്കാം. ശരി എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ നല്ല വീതിയിൽ ഗോൾഡൻ കരയുള്ള മരതക പച്ച കളർ പ്ലെയിൻ സാരിയിൽ തന്റെ ഭംഗി നോക്കുകയാണ് ദയ. പാലക്കാമാലയും ജിമിക്കി കമലയും എന്നുമുള്ള ആ കുഞ്ഞു പൊട്ടുമണിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്.
നീണ്ട മുടിയിൽ മുല്ലപ്പൂ മാലയും വെച്ച് ശേഷമെല്ലാം ഓക്കെ അല്ലേ എന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാണ് ദയ. കവിത ദയയുടെ സാരി ഞൊറികൾ ശരിയാക്കിയിടുന്നുണ്ട്. ഓക്കെ, ഓൾ സെറ്റ്. ഇനി നീ ധൈര്യമായിട്ട് പോയിക്കോ. വെട്രി മാസ്റ്ററിൽ നിന്ന് നിന്നെ കണ്ട് മൂക്കും കുത്തി വീണിരിക്കുക. ഒന്ന് പോടി അവിടുന്ന്. നിക്ക് ഒരു കാര്യം കൂടി. കവിത കട്ടിലിരുന്ന് തന്റെ കാലിൽ കിടന്നിരുന്ന ഭംഗിയുള്ള ആ സ്വർണ്ണക്കുല സൂരി അവളുടെ കാലിൽ എണീച്ചു. എന്നിട്ട് അവളുടെ കാലിലുണ്ടായിരുന്ന കറുത്ത ചരടിൽ കോർത്ത മഞ്ചാടി കൊലുസ് അഴിച്ചെടുത്ത് വെച്ചു. ഇപ്പൊ ഡബിൾ ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മോളെ. വെട്രി നവതയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോ. ഒന്ന് പോടി. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച ശേഷം അവൾ ഇറങ്ങി. അവൾ ആ പടികൾ കയറുമ്പോൾ മുകളിൽ നിന്നുള്ള പാട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി. ഒരു കൈ കൊണ്ട് സാരി ഞൊറികൾ ഒതുക്കി പിടിച്ച് മെല്ലെ അവൾ സ്റ്റെപ്പുകൾ കയറി വരുന്ന കണ്ടുകൊണ്ടാണ് വെട്രി അവന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവളെ കണ്ടതും അവന്റെ മുഖത്ത് അതിമനോഹരമായ ഒരു ചിരി ഇടം പിടിച്ചു. അത്രയും മനോഹരമായ ആ ചിരിയിൽ അവൾക്ക് ശരീരമാകെ പൂത്ത് തളിർക്കുന്ന പോലെ തോന്നി. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. അവൻ അപ്പോഴും പെണ്ണിന്റെ ചന്തം കണ്ട് മതിമറന്ന് നിൽക്കുകയായിരുന്നു. സർ എന്നെ സൊന്ന്? അവൻ ഞെട്ടിലോട് ചോദിച്ചു. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു കള്ളച്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത്. അവൻ ഫോൺ കൊണ്ട് ഓഫീസിൽ കയറുന്നതിനൊപ്പം അവൾ സെലിബ്രേഷൻ നടക്കുന്ന ഹാളിലേക്കും പോയി. അവളെ നോക്കി വായും പൊളിച്ചു നിൽക്കുന്ന റോയുടെ അടുത്ത് വന്നിട്ട് അവൾ പറഞ്ഞു. ഈ ചെയർ റോയിച്ച ഇതെന്താണ്? കാവില ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? കൊല്ലം കുറെ അതിൽ റോയിച്ച ഈ സെയിം ഡയലോഗ് ഇട്ട് നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? സിറ്റുവേഷന് കറക്റ്റ് ചെയ്താ മോളെ. എന്നിട്ട് സിറ്റുവേഷനെ പറ്റിയ പാട്ടാണ് ഇട്ടേക്കുന്നത്. പാട്ട് മാറ്റി മാസ്റ്റർ. ഗുഡ് ഐഡിയ. ഉടനെ തന്നെ പാട്ട് മാറ്റി. മലയാളി കുട്ടികളെക്കാൾ ആവേശം തമിഴ് കുട്ടികൾക്കാണെന്ന് തോന്നിപ്പോകും അവരുടെ ഉത്സാഹം കാണുമ്പോൾ. പൂക്കളം ഒരുക്കാനും ഓണപ്പാട്ടുകൾ പാടാനും പരിചയമില്ലെങ്കിൽ അവർ നന്നായി ശ്രമിക്കുന്നത് ദയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പായസം ഗ്ലാസുകളിൽ നിറക്കുന്ന ജോലിക്കാരായിരുന്നു ദയും അവളുടെ സുഹൃത്ത് സാന്ദ്രയും. അപ്പോഴാണ് റോയ് പൂക്കളത്തിനടുത്തുനിന്ന് വിളിച്ചു പോകുന്ന കേട്ടത്. ദയാ, ഓഫീസിൽ നിന്ന് ആ റെഡ് റോസ് ഒന്ന് എടുത്തിട്ട് വരുമോ? ഇപ്പൊ തന്നെ റോയിച്ച. അവൾ ഓഫീസിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ വെട്രി ആരോട് വളരെ സീരിയസ് ആയി ഫോണിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. അവൾ വന്നത് അവൻ അറിഞ്ഞില്ല. അവൾ അകത്ത് കയറി പൂക്കൾ എടുക്കുമ്പോൾ അവന്റെ സംസാരം അവൾ കേട്ടു. അപ്പാ ഇപ്പത്തെ ഈ കല്യാണമൊന്നും വേണപ്പാ, ഞാൻ ഇന്നും സെറ്റിൽ ആവലേ. അപ്പൊ കൊഞ്ചം ഞാൻ சொல்றது കേളുപ്പാ. அப்படின்னு நெக்ஸ்ட் வீக் வீட்டுக்கு வர சொல்லுங்கப்பா. என்னப்பா நீங்க? நான் வந்து அப்புறமா பேசுறேன், சரிப்பா. അപ്പൊ എനിക്കെല്ലാം വെറുതെ തോന്നിയതാണല്ലേ? വെട്രി മാസ്റ്ററിന് അങ്ങനെയൊന്നും ഇല്ലല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത് അവൾ ഓടി വാഷ്റൂമിലേക്ക് കയറി. അവൾ ഓടുന്ന കണ്ടുകൊണ്ടാണ് റോയ് വരുന്നത്. അവൾ കണ്ണുനീർ തുടക്കുന്ന കൂടെ കണ്ടപ്പോൾ അവന് പെട്ടെന്ന് ടെൻഷനായി. അവൾ വാഷ്റൂമിൽ കയറി വാതിലടച്ചു. അവൾക്ക് കണ്ണുനീരിനെ നിയന്ത്രിക്കാനായില്ല. എങ്കിലും ശബ്ദമില്ലാതിരിക്കാൻ അവൾ വായ പൊത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളെല്ലാം ചുവന്ന് വന്നു. ഇതേ സമയം ഓഫീസിലേക്ക് ചെന്ന റോയ് കാണുന്നത് ഒരു പുഞ്ചിരിയുമായി റോസാപ്പൂവും പിടിച്ചിരിക്കുന്ന വെട്രിയെയാണ്. ഇത് കണ്ടത് റോയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വാതിലും തള്ളി തുറന്ന് വെട്രിയുടെ കോളിൽ കുത്തിപ്പിടിച്ച് അവനെ എണീപ്പിച്ച് ചുമരിൽ ചാരി നിർത്തി. കൈമുഷ്ടി ഉരുട്ടി അവന്റെ മുഖത്തേക്ക് ഇടിക്കാനോങ്ങി. അവന്റെ കണ്ണിലേക്ക് നോക്കി റോയ്. എന്തിനാണോ അവൾ കരഞ്ഞോണ്ട് പെടുന്ന് ഇറങ്ങിപ്പോയത്? പെട്ടെന്നുള്ള റോയുടെ പെരുമാറ്റത്തിൽ ഒന്നും മനസ്സിലാവാൻ നോക്കിയാണ് വെട്രി. ഡേയ് എന്നടാ വിടാ, സത്യം പറടാ, ദയന്തിനെ ഇവിടുന്ന് കരഞ്ഞോണ്ട് പോയത്? കരഞ്ഞോണ്ടോ? എനിക്കറിയില്ലടാ. അവൾ ഡോറിന്റെ അടുത്ത് എത്തിയപ്പോഴും ഞാൻ അവളെ കണ്ടു തന്നെ. റോയ് പതുക്കെ അവന്റെ ദേഹത്ത് നിന്ന് കൈ അയച്ചു. അപ്പൊ പിന്നെ അവളെന്തിനാ കരഞ്ഞോണ്ട് ഓടി വാഷ്റൂമിൽ കയറിയത്? കൈ എടുക്കടാ പുല്ലേ. ദയയുടെ കാര്യത്തിൽ റോയ് ഇത്രയധികം ഇമോഷണൽ ആയത് വെട്രിക്ക് സഹിച്ചില്ല. അവന് സംശയബാധിത റോയോട് ചോദിച്ചു. അല്ല, അവളുടെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? എന്താടാ പറയുന്നത്? അവൾ എനിക്ക് എന്റെ റെനിക്കുച്ചിനെ പോലെയാടാ. വെട്രിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. ആവു സമാധാനം, റെനി അവന്റെ പെങ്ങളാ. വെട്രി മനസ്സിലോർത്തു. ദയ കരഞ്ഞുള്ള കാരണം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന റോയ് വെട്രിയുടെ മുഖത്ത് വന്ന ഈ ഭാവമാറ്റം ശ്രദ്ധിച്ചു. അല്ല, അതിന് നിനക്കെന്താ ഇത്ര സന്തോഷം? ഏയ് എനിക്കെന്ത് സന്തോഷം? വീത്തെ വളിച്ച ചിരി. സത്യം പറയുമോനെ വെട്രിമാരാ, എന്താ പരിപാടി? ഏയ് ഒന്നുമില്ലടാ. എടാ അത് പിന്നെ എനിക്കവളെ കണ്ടെന്ന് മുതൽ ഇഷ്ടമാടാ. ഞാനതെങ്ങനെ അവളോട് പറയുന്നറിയാൻ നിൽക്കുക. അയ്യേ നാണുണ്ടോ സ്റ്റുഡൻസിനെ പ്രേമിക്കാൻ? ഉളുപ്പില്ലാത്തവൻ. നൻപാ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന ലുക്കിൽ വെട്രി റോയിയെ നോക്കി. ഡേ അവളെ ഞാൻ അതുക്ക് മുന്നാടിയെ പാത്രിക്കടാ. അവളെ ഞാൻ മുതൽ ആ കോവിലെ പാത്തേന്. അപ്പോഴേ എനിക്ക് അവളെ ரொம்ப പിടിക്കണ്ട. ആഹാ, ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ? നീ അത് വിട്. അവൾ നിന്നെ കരഞ്ഞു. അപ്പോഴാണ് ടൈറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പും ഇട്ട് കയ്യിലൊരു വാനിറ്റി ബാഗും മുഖം നിറയെ മേക്കപ്പുമായി ഒരു 20-25 വയസ്സ് തോന്നുന്ന ഒരു പെൺകുട്ടി പടിയേറി വരുന്നത്. മാമാ. അവളെ കണ്ടപ്പോൾ വെട്രി. കടവുളെ, ഇവളെന്താ ഇങ്കെ? ഇതാരാണെന്ന സംശയത്തിൽ വെട്രിയുടെ മുഖത്തേക്ക് നോക്കിക്കുകയാണ് റോയ്. ആ പെൺകുട്ടി ഓടി വന്ന് വെട്രിയുടെ കയ്യിൽ പിടിച്ചേർന്ന് നിന്നു. കൈ വിടറി. അവനോടെ കൈ പിടിക്കാനൊരു ശ്രമം നടത്തി. എന്നെ മാമാ, ഉങ്ക കൈ പിടിക്കുന്നതുക്കാതെ ഞാൻ പുറന്തതേ. ഓ, അവിടെ ഒരു ഒലിപ്പിക്കല്. ഇത് ഏതാടാ? റോയ് ചോദിച്ചു. അത്ത പൊണ്ണടാ, വൈദേഹി.
യാറ് മാമ ഇവോ? മുഖത്ത് തെളിഞ്ഞാണെന്ന് അനിഷ്ടത്തോടെ അവൾ ചോദിച്ചു. നമ്പൻ പാർട്ട്ണർ എപ്പടി പറഞ്ഞാലും എടുത്തുക്കോ. പേര് റോയ്. ഹലോ റോയ്, ഞാൻ വൈദേഹി, വെട്രി മാമയുടെ ഫിയാസി. ഇത് കേട്ടുകൊണ്ടാണ് ദയ ഇറങ്ങി വരുന്നത്. അവളുടെ കണ്ണുകളെല്ലാം കരഞ്ഞ് കരങ്ങിയിട്ടുണ്ട്. ഇതുകൂടെ കേട്ടപ്പോൾ ആ കണ്ണുകളിൽ രൗദ്രഭാവം ആളിപ്പടർന്നു. ആ ചുവന്ന കണ്ണുകൾ കണ്ടപ്പോൾ വെട്രിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണരാണ് ഉണ്ടായതെങ്കിലും റോയിയുടെ മനസ്സിൽ അളവറ്റ ആവലാതിയാണ് ഉണ്ടായത്. കൊച്ചെ എന്തു പറ്റിയടി? നീ എന്തിനാ കരഞ്ഞ്? നീ ഓക്കെ അല്ലേ? ഒന്നില്ല റോയിച്ച, ഒരു തലവേദന, ഞാൻ വീട്ടിൽ പോവാ. അവൾ പറഞ്ഞ റോയിയോടാണെങ്കിലും വെട്രിയുടെ മുഖത്ത് നോക്കിയായിരുന്നു എല്ലാം പറഞ്ഞത്. അവളുടെ ആ ഉണ്ടക്കണ്ണിലെ രൗദ്രം തന്നെ ഭസ്മമാക്കുന്ന പോലെ തോന്നിയവന്. നീ വാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പൊക്കോളാം. ആകും പറഞ്ഞ അവൾ പാഞ്ഞുപോയി. അവളുടെ മുഖത്ത് ഇങ്ങനെയൊരു ഭാവം ആദ്യമായി കാണുന്നതിന്റെ ആശ്ചര്യം അവരിരുവരും ഉണ്ടായിരുന്നു. അപ്പോഴും തന്റെ കയ്യിൽ തൂങ്ങിയിരുന്ന വൈദേഹിയുടെ കൈകൾ തട്ടിയെറിഞ്ഞ് അവന് ഓഫീസ് റൂമിൽ പോയിരുന്നു. ആഹാ, വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. കവി, എനിക്ക് വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ. കിടക്കാനോ? നോവേ, ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് പോയാൽ മതി. ദയ ശബ്ദം വളരെ താഴ്ത്തി പറഞ്ഞു തുടങ്ങി. എന്ത് സ്റ്റോറിയായിട്ട് ഞാൻ പറയണ്ടേ? എനിക്ക് അയാളോട് തോന്നിയ പോലൊന്നും അയാൾക്ക് എന്നോടില്ലെന്നോ? അയാളുടെ കല്യാണം ഓൾറെഡി നിശ്ചയിച്ചതാണെന്നോ? അത് അയാളുടെ ഭാവ്യതും അയാൾ കൈകോർത്ത് നിൽക്കുന്നതിന് മുമ്പിലൂടെ ഞാൻ ഇറങ്ങിപ്പോന്നതിന്റെ സ്റ്റോറിയാണോ ഞാൻ പറയണ്ട്? എന്ന് പറയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. കവിത അവളെ കെട്ടിപ്പിടിച്ചു. ദേ പോട്ടിടി, നീ ഇങ്ങനെ കരയാതെ. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ കവിതയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. എങ്കിലും അവളെ ആശ്വസിപ്പിക്കാൻ കവി ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ അവൾ തയ്യാറായി. ഇറങ്ങുന്നതിന് മുമ്പായി അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം തീരുമാനിച്ചു, ഇനി അയാൾക്ക് വേണ്ടി കണ്ണു നിറക്കില്ല എന്ന്. കവിയും വരുന്നുണ്ടൊപ്പം. തനിയെ പോവാൻ അവൾ ഒരുങ്ങിയെങ്കിലും കവി സമ്മതിച്ചില്ല. അവരൊന്നിച്ച് ആ പടികൾ നടന്ന് കയറി. ദയയുടെ കണ്ണുകൾ പെയ്യാനായി ഒരുങ്ങി നിന്നെങ്കിലും അവൾ അതിനെ അനുവദിക്കില്ലെന്ന വാശിയിലാണ്. അകത്തേക്കെത്തിയ ദയ കാണുന്നത് ഡാൻസ് ഫ്ലോറിൽ മാനേജരെ പോലെ നടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വൈദേഹിയാണ്. ദയ കവിയോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു. വൈദേഹിയെ ദയ കവിക്ക് കാണിച്ചു കൊടുത്തു. അയ്യേ, ഈ പിശാചാണ് അയാളുടെ ഭാവി വധു. നന്നായിട്ടുണ്ട്. അവളൊരു ലോഡ് പൂച്ചം വാരിയെറിഞ്ഞു. ദയയെ കണ്ട വൈദേഹി അവളുടെ അടുത്തേക്ക് വന്നു. ഇത് യാറ്? സ്റ്റുഡന്റാ? അല്ല, എന്റെ ഫ്രണ്ടാ. ഇതെന്നാ പാർക്കാ? ഫ്രണ്ട്സിനെ ഞാൻ കൂട്ടി വെറുതെ. അവളുടെ സംസാരം കവിതക്ക് അത്ര പിടിച്ചില്ല. നീ ആരാ? ഇവിടുത്തെ മാനേജറാണോ? ഇല്ലേ, ഇത് ഞാൻ മാമാവിടെ ഡാൻസ് സ്റ്റുഡിയോ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ദയക്ക് മനസ്സിലായി. അവനക്ക് ഡാൻസ് തരുമാ? കവിയും വിട്ടുകൊടുക്കാൻ പ്ലാനില്ലായിരുന്നു. എനക്ക് ഡാൻസ് തരിയാത്? അതൊക്കെന്നാ? ഓ, അപ്പൊ ഒരു തേങ്ങ അറിയില്ല, ചുമ്മാ വായുമയറായിട്ട് വന്നാണല്ലേ. ഇത് കേട്ടതും അവിടെ നിന്നിരുന്ന എല്ലാ മലയാളി സ്റ്റുഡൻസും ചിരിക്കാൻ തുടങ്ങി. അർത്ഥം മനസ്സിലായില്ലെങ്കിലും തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയ വൈദേഹി ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ വൈദേഹിക്ക് നേരെ കൈയോങ്ങിയതും ആ കൈ ബലിഷ്ഠമായ മറ്റൊരു കൈകൾ തടുക്കപ്പെട്ടു. റോയ്, ഇത് ഓ മാമനുടെ ഡാൻസ് സ്റ്റുഡിയോ അല്ല, അവൻ ഇതിലൊരു പാർട്ണർ മട്ടുന്നാ. അതുകൊണ്ട് ഇന്നമാതിരി ഷോക്ക് വെളിയിൽ വെച്ചിക്കോ, പുരിച്ചിതാ. അവളാകെ ഇൻസൾട്ടായി തോന്നിയപ്പോൾ അവൾ തന്നെ അവിടെ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ഇത് കണ്ട് ദയയുടെ കണ്ണിലും വന്നു ഒരു വിജയശ്ശിരി. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വെട്ടിയുടെ മുഖത്ത് വിരിഞ്ഞൊരു ചെറുശിരി. അത് പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷം ആ ഉണ്ടക്കണ്ണിയെ കാണാൻ പറ്റിയുള്ള സന്തോഷം കൊണ്ടായിരുന്നു. വെട്ടിയെ കണ്ടതും ദയ അവന് മുഖം കൊടുക്കാൻ നടന്നു നീങ്ങി. അവനോടുള്ള അകലം പാലിച്ചു തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള 2 ദിവസങ്ങൾ അവൾ തള്ളി നീക്കിയത്. അതിനുശേഷമുള്ള ഞായറാഴ്ച രാവിലെ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തിയതായിരുന്നു ദയ. അവൾ എത്തുമ്പോൾ അന്ന് പതിവിന് വിപരീതമായി എല്ലാവരും പുറത്തു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോഴാണ് റോയ് കീയുമായി ഓടി വന്ന് ഡാൻസ് ക്ലാസിന്റെ ഡോർ തുറക്കുന്നു. പിന്നെ എല്ലാവരും ക്ലാസ്സിൽ കയറി. റോയിച്ച, എന്തു പറ്റി? ഇന്ന് ഓപ്പണാകാൻ ലേറ്റായോ? ഓ അതോ, ഇന്ന് തുറന്നോളാന്ന് പറഞ്ഞ് അവനെന്റെ ഇന്ന് കീ വാങ്ങിപ്പോയതായിരുന്നല്ലേ. ആര്? വെട്ടി മാസ്റ്ററോ? ആ, ഇന്ന് കാണാതായപ്പോൾ വിളിച്ചു നോക്കിയതാ. അപ്പോഴേ അറിഞ്ഞു ആശാൻ ഹോസ്പിറ്റലാണെന്ന്. ഏതോ സിനിമയിൽ ഡാൻസിങ്ങിൽ തലാണിക്കാൻ പോയതാ. അപ്പോഴല്ലേ. എന്താ പറ്റി? ആൾ വരച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നും പറയാണ്ട് കുട്ടിയേ, ഒരു പണിയടക്കുന്ന ബിൽഡിങ്ങിന്റെ 2ാമത്തിൽ നിന്ന് താഴോട്ട് വീണു. പിന്നെ റോയ് പറഞ്ഞൊന്നും അവൾ കേട്ടില്ല. അവൻ അപ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലാ? നമ്മുടെ വിയൻ ഹോസ്പിറ്റലിൽ. ഞാൻ രാവിലെ അവിടെ പോയാക്കി. അവളോട് പോയി. ആൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവൾ ഓടുകയായിരുന്നു. ആദ്യം വന്ന് ഓട്ടോ കയറി. ഓട്ടോയിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ പോയി അവൾ ചോദിച്ചു, സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്സിഡന്റ് വെട്രി? ഒരു നിമിഷം. റൂം നമ്പർ 316, 4th ഫ്ലോർ. അത് കേട്ടത് അവൾ ഓടി. അവളുടെ നെഞ്ചിരിപ്പിന്റെ വേഗതയേക്കാൾ കൂടുതലായിരുന്നു അപ്പോഴത്തെ അവളുടെ ചിന്തകൾക്ക്. അത്രയധികം ടെൻഷനോടുകൂടി അവൾ ഓടി ഓടി റൂമിലെത്തി കിതച്ചുകൊണ്ട് നിന്നു. കട്ടിൽ 2 കാറുകളും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ഒരുവനെയും അയാളോട് സംസാരിച്ച് അടുത്ത് നിൽക്കുന്ന ആളെ അവൾ കണ്ടു. അവൾ ഓടി അടുത്തേക്ക് ചെന്നു. അവൾക്ക് മനസ്സിലായി കട്ടിൽ കിടക്കുന്ന വെട്രിയല്ലെന്ന്. ദയ, നീ എന്നെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളാണ്. വെട്രി മാസ്റ്റർ? അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് ഒന്നും ആഗ്രഹിയ? അത്രയും ചോദിച്ചപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. അവളെ കണ്ടപ്പോൾ അവന് അത്രയധികം വാത്സല്യവും സ്നേഹവും അവളോട് തോന്നിപ്പോയി. അവളെ വളരെ ക്ഷീണിതയാണെന്ന് അവന് തോന്നി. അവൻ അവളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി. അതിനിടയിൽ അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. കവി ഷോപ്പിങ്ങിന് പോകുമെന്ന് അവളോട് പറഞ്ഞിരുന്നത് അപ്പോഴാണ് അവൾ ഓർത്ത്. അവർ 2 പേരും അകത്ത് കയറി. സർ ഇരിക്കും, ഞാൻ കോഫി എടുക്കാം. അതും പറഞ്ഞ അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയവളെ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അവൻ.
പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്കിപ്പോ ചായ വേണ്ടെങ്കിലോ? സർ ഞാൻ മലയാളം എങ്ങനെ? അവളുടെ ഞെട്ടിയുള്ള നിൽപ്പ് കണ്ടപ്പോൾ അവന് ചിരി വന്നു. എന്താ, എനിക്ക് മലയാളം പറയാൻ പാടില്ലേ? നീ എന്താ പറഞ്ഞേ? എനിക്ക് ഫേഷ്യൽ പാരാലൈസിസ് ആണെന്നല്ലേ? അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ തന്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അത് പിന്നെ സർ പിന്നെന്താ? ഓ, എനിക്ക് ചിരിക്കാൻ അറിയില്ലല്ലേ? അത് ഞാൻ അറിയാതെ. ആ, നാളത്തെ സൂപ്പർ സ്റ്റാറിനെയാ നീ അപമാനിച്ചു വിട്ടു. അവൾ മുഴുവൻ ശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി. നാളത്തെ സൂപ്പർ സ്റ്റാർ എന്തിനാ അപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വന്ന്? തന്റെ ഹീറോയിൻ ആ വൈദേഹി പിശാചിനും പോയിരുന്നില്ലേ? ഓ, വൈദേഹി അവളെന്റെ അത്താപ്പണല്ലേ, അവളെങ്ങനെ എന്റെ ഹീറോയിൻ ആവുന്നത്? എന്റെ ഹീറോയിനെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തല്ലോ. അന്ന് മഞ്ചാടി കുളിച്ചിട്ട് പാവാടയും പിടിച്ച് കോവിലിന് മുമ്പിലൂടെ ഓടി പറഞ്ഞ ആ പെണ്ണിനെ എന്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴേ ഞാൻ ഫിക്സ് ചെയ്തു, ഇത് തന്നെയാണ് എന്റെ ഹീറോയിൻ എന്ന്. എല്ലാം കേട്ട് പാച്ചു നിൽക്കുവാണ് ദയ. അപ്പോഴാണ് വെട്രിയുടെ ഫോൺ റിങ് ചെയ്ത്. റോയ്. അവൻ ഫോണിന്റെ സ്പീക്കറിലിട്ടു. ആ ചെക്കനുണ്ട്. ഓക്കേടാ, എല്ലിന് പൊട്ടലുണ്ട്, ബെഡ് റെസ്റ്റാ, ഒരു 6 മാസത്തേക്ക് അനങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ്, ഡാർക്ക്. എടാ പിന്നെ ദയമോള് കണ്ടായിരുന്നാ? വെട്രിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഇല്ലല്ലോ, എന്താടാ? അല്ലടാ, അവള് രാവിലെ വന്നാ, നീ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ അവള് പോയി, മുഴുവൻ കേൾക്കാൻ കൂടെ ഒന്നില്ല. ഓ, അത് ശരി, ഞാൻ കാണുവാണെങ്കിൽ പറയടാ. ശരിടാ. അവൻ ഫോൺ വെച്ച് ദയക്ക് നേരെ നടന്നെടുത്ത് അവൾ പുറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു. ഓ, അപ്പൊ അതാണ് ഓടിക്കതച്ച് വന്ന്. മാസ്റ്റർ ഞാൻ പിന്നെ. അവനവളുടെ ചുണ്ടുകളിൽ അവന്റെ ചൂണ്ടുവിരൽ വെച്ച് അവൾ നടന്ന് ചുമലിൽ തട്ടി നിന്നു. അവൻ മെല്ലെ അവളുടെ കാതിൽ പറഞ്ഞു, നീ ഒന്നും சொல்ல വേണ്ട, ഉന്ന മാതിരി ഒരു ദേവതയെ എന്നേക്കുമേ എനിക്ക് കഷ്ടപ്പെടുത്ത മുടിയാതെ. അതിനാൽ ഞാൻ ഇപ്പോഴേ சொல்றேன், എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടി പെണ്ണേ. എൻ്റെ സാവിത്രിയമ്മയുടെ മോളായിട്ട്, എൻ്റെ പെണ്ണായിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അത് സാർ ഞാൻ. എന്താ സാറ് മാസ്റ്റർ ഒന്നും വേണ, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ കണ്ടിട്ടാന്ന് വിളിച്ചാൽ മതി. അപ്പൊ വീട്ടില് എന്തു പറയും? ഓ, അപ്പൊ അതാണ് ടെൻഷൻ. അതൊക്കെ വിട്, ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം. അവനവളുടെ 2 വശത്തുമായി ചുമരിൽ അവന്റെ കൈകൾ വെച്ച് അവന്റെ കൈകൾക്കും ആ ചുമരിന് മിടിൽ നിന്ന് അവളുടെ കണ്ണുകൾ നാണത്താൽ താഴ്ന്നു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ ഉണ്ടക്കണ്ണുകളിൽ ഉമ്മ വെച്ചു. അവനവളുടെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് വാതിൽ തള്ളി തുറന്ന് കവി വരുന്നു. ദയാ, നീ നേരത്തെ വന്നോ? ആ കാഴ്ച കണ്ട് കവി ഞെട്ടി. ദയ വെട്രിയെ തള്ളി മാറ്റി. കവിയുടെ നോട്ടവും നിൽപ്പും കണ്ട ദയ വെട്രിയുടെ പിന്നിൽ ഒളിച്ചു നിന്നു. വെട്രിയുടെ മുഖത്താണ് ഈ പ്ലിങ്ങിയ എക്സ്പ്രഷനും. ഓഹോ, അത്രക്കൊക്കെ ആയില്ലേ? അപ്പൊ നിരാശ സീസണൊക്കെ കഴിഞ്ഞോ? കവിയുടെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് ദയ പറഞ്ഞു. കഴിഞ്ഞു. ഇന്നത്തേക്കുള്ള റൊമാൻസിന്റെ എപ്പിസോഡായില്ലേ? അപ്പൊ മാസ്റ്റർ സ്റ്റുഡൻസ് സ്ഥലം വിട്ടേ. രണ്ടുപേരുടെ മുഖത്ത് നാണം തെളിഞ്ഞു നിന്നു. വെട്രി ഇറങ്ങാനൊരുങ്ങി. നടന്നു നീങ്ങിയ വെട്രിയുടെ പുറകെ ദയ ഓടിച്ചെന്നു. കണ്ണേട്ടാ. അവനും നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ ഫോണുമായി ഓടി വരുന്ന ആ ഉണ്ടക്കണിയാണ് അവൻ കണ്ടത്. അവൾ ഫോൺ അവന് കൊടുത്തു. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അവനില്ലെന്ന് തലയാട്ടി. എങ്കിൽ എനിക്കൊരു സംശയം കൂടിയുണ്ട്. അവൻ സംശയഭാവത്തിൽ അവളെ നോക്കി. ഇതെങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് മലയാളം പറയുന്നേ? അത് കേട്ട് അവൻ ചിരിച്ചുപോയി. അവോ, എന്റെ വീട്ടിലേ നിന്നെയും കാത്ത് വേറൊരു തൃശ്ശൂർക്കാരി കാത്തിരിക്കുന്നുണ്ട്. അവൾ സംശയത്തോടെ അവനെ നോക്കി. നിന്റെ ഭാവി അമ്മായിയമ്മ, എന്റെ സാവിത്രി കുട്ടി. അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് കണ്ണുകളാൽ അവനോട് താൽക്കാലികമായി യാത്ര പറഞ്ഞ് റൂമിലേക്ക് പോയി. അവനും അതിലില്ലാത്ത സന്തോഷത്തിൽ ഈ സന്തോഷ വാർത്ത തന്നെ സാവിത്രിക്കുട്ടിയോട് പറയാനായി വീട്ടിലേക്ക് തിരിച്ച്. വെട്രിയുടെയും ദയയുടെയും പ്രണയം ഇവിടെ ആരംഭിക്കുകയാണ്. അവർ ജീവിക്കട്ടെ, ഇണങ്ങിയും പിണങ്ങിയും ഈ ജീവിതകാലം മുഴുവൻ.